എമറാൾഡ്സ് ഫ്ലവർ മാർക്കറ്റിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബീഡ് മേക്കിങ്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെ മേടിച്ചൊരു ഐറ്റമാണ് ഇതെന്ന്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ അന്ന് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺബോക്സിങ് വീഡിയോ ഞാനൊരു ചാനലിൽ ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്, എല്ലാവരും പോയി കാണണമെന്ന്. അപ്പോൾ ഇതാണ് ആ ഒരു ഐറ്റം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. സംഭവം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എനിക്കിവിടെ 0.7 ഒരു എലാസ്റ്റിക് ത്രെഡ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടി കിട്ടിയ ഐറ്റംസിലുള്ള കോംബോ പാക്കിൽ ഇതും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എക്സ്ട്രാ ത്രെഡ് വാങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഇതുപോലെ ഒരു ക്യൂട്ട് സിസർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സ്മോൾ ഇൻ സൈസായിരുന്നു. പിന്നെ കുറച്ച് ലോക്കിങ് ചാംസ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേസ്ലെറ്റിന് ലോക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതുപോലെ കുറച്ച് ഹുക്ക് വന്നിട്ടുണ്ട്. ഏകദേശം എല്ലാം ഗോൾഡൻ കളറിലാണ് എനിക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഇതുപോലെ കുറച്ച് ഷെൽ ഷേപ്ഡ് ആയിട്ടുള്ള കുറച്ച് ബീഡ്സാണ് വന്നിട്ടുള്ളത്. ഇത് ബീഡ്സാണ് ഞാൻ ഇപ്പോഴത്തെ അറിയുന്നത്. കാരണം ഇതിൻ്റെ ആ ഒരു ഹോൾസ് കണ്ടപ്പോഴാണ് എനിക്ക് തിരിഞ്ഞത് ഇത് ബീഡ്സാണെന്ന്. ഞാൻ ശരിക്കും വിചാരിച്ചത് ചാംസ് ആണെന്നാണ്. പിന്നെ ഇതുപോലെ എനിക്ക് ഇയറിങ്സിൻ്റെ കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇയറിങ്സ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് കിട്ടിയതുകൊണ്ട് ഇനി എനിക്ക് അതും ചെയ്ത് നോക്കാം. ഇനി ഞാൻ വേറൊരു ഐറ്റമാണ് ഇതിൽ കാണിക്കുന്നത്. അടുത്തത് ഇതുപോലൊരു ഐറ്റമാണ്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ മമ്മനോട് ചോദിച്ചപ്പോൾ മമ്മക്കും അറിയില്ലായിരുന്നു ഇതെന്ത് സാധനം എന്ന്. അപ്പം ഇതെന്താണെന്ന് അറിയുന്നവർ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ ഇതിൻ്റെ യൂസ് എന്താണെന്ന്. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റാറിൻ്റെ ചാംസാണ് കിട്ടിയിട്ടുള്ളത്. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഗോൾഡൻ കളറാണ്, ഫുള്ളും ഗോൾഡൻ കളറിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള ബീഡ്സാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇത് ചാംസാണെന്നാണ് വിചാരിച്ചത്, അപ്പോഴത്തേക്ക് ഇത് ബീഡ്സ് ആയിരുന്നു. ഇതുപോലെയാണ്. ഇത് പേസ്റ്റൽ കളറാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫുൾ കളർഡ് ആയിട്ടുള്ള കുറച്ച് ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. അഥവാ കളേർഡ് ബീഡ്സിൽ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് ബീഡ്സാണ് ഇത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇതുപോലെ തന്നെ ആ ഹാർട്ട് ഷേപ്പിൻ്റെ അതേ പേസ്റ്റൽ കളേഴ്സിൽ വന്നിട്ടുള്ള സ്റ്റാർ ഷേപ്സാണ്. അപ്പോൾ ആ സ്റ്റാർ ഷേപ്സ് എൻ്റെ അനിയത്തിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഞാൻ ബ്രേസ്ലെറ്റൊക്കെ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു റോ ഫുള്ള് എനിക്ക് കിട്ടിയിട്ടുള്ളത് എനിക്ക് എത്രക്കും ഇഷ്ടമുള്ള ലെറ്റേഴ്സാണ്. ഇത് എനിക്ക് കിട്ടാനും നല്ല പണിയായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്കിതൊരു വലിയ സെറ്റ് ഹോൾ സെറ്റായിട്ട് തന്നെ എനിക്ക് കിട്ടി. ഇതുപോലെ കുറേ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു റോ മൊത്തം ഇതുപോലത്തെ പ്ലെയിൻ ലെറ്റേഴ്സാണ്. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് ബീഡ്സിൽ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ലെറ്റർ പാറ്റേൺസാണിത്. പിന്നെ ഈ ഒരു ഇതിൽ വന്നിട്ടുള്ളത് ഷുഗർ ബീഡ്സാണ്. ഷുഗർ ബീഡ്സ് എന്ന് പറഞ്ഞാൽ നോർമൽ ഷുഗർ ബീഡ്സ് അല്ല, ഇത് കുറച്ച് തിക്കായിട്ടുള്ളതാണ്. അതും ചിലത് പല ടൈപ്പ് പല സൈസിലാണ് വന്നിട്ടുള്ളത്. ഇത് പല കളറിലും എനിക്ക് വന്നിട്ടുണ്ട്. ബ്ലൂ, റെഡ്, ഗ്രീന്, യെല്ലോ, പിന്നെ ഒരു വൈറ്റും അങ്ങനെയുള്ള ഒരു കളറ്, പിന്നെ ബ്ലൂ, പിന്നെ വേറൊരു കളറ്, അങ്ങനെ കുറേ ഒരു കളർ കോമ്പോയിൽ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ടാണ് ഇതിൻ്റെ ഈ ഒരു പാർട്ട്. കണ്ടോ, നല്ല ഭംഗിയുള്ള പേസ്റ്റൽ കളറിലുള്ള കുറച്ച് എഴുത്തുള്ള ഒരു വൈറ്റ് ബീഡ്സിലുള്ള കുറച്ച് ഐറ്റംസാണ്. അതിൽ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്സ് ഇങ്ങനെ ഉള്ളിൽ വന്നിട്ടുള്ള ഒന്നാണ് ഫസ്റ്റത്തത്. ഞാനത് കാണിച്ചു തരാം. ഇതിലുള്ള ഫസ്റ്റത്തെ ഇതുപോലത്തെ നല്ല ഹാർട്ട് ഷേപ്സ് അകത്ത് വരുന്നതാണ്. ഇത് കണ്ടോ,
നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി വലുതാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി കേട്ടോ. കാരണം ചെറുതായിരുന്നു ഭയങ്കര. പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ ലെറ്റേഴ്സാണ് വന്നിട്ടുള്ളത്. ലെറ്റേഴ്സും ഇതുപോലെ പേസ്റ്റൽ കളറിൽ എഴുതിയതാണ്. പിന്നെ ഇതിൻ്റെ തന്നെ സ്മൈലീസും വന്നിട്ടുണ്ട്. സ്മൈലീസ് നല്ല ഭംഗിയുണ്ട് കാണാൻ. പല ടൈപ്പ് ഇമോജീസൊന്നുമില്ല, ഒരു സ്മൈലി ആണ് അതിൻ്റെ പാറ്റേൺ, പല കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹോൾ സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ശരിക്കും ആഗ്രഹിച്ച് മേടിച്ച ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ബ്രേസ്ലെറ്റ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ബൈ.